യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 25 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ 5 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും എനിക്കറിയാം. കറക്റ്റ് ആയിട്ട് ഉത്തരം വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. എനിവേ ആൻസേഴ്സ് റിവീൽ ചെയ്യുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പരദേശത്ത് പോയ മനുഷ്യൻ ദാസന്മാരെ വിളിച്ചിട്ട് അവരെ ഏൽപ്പിച്ചത് എന്ത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സമ്പത്ത് എന്നുള്ളതാണ് കേട്ടോ. മത്തായി 25 അധ്യായം അതിന്റെ 14 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കഴിവ് അല്ലെങ്കിൽ സാമർഥ്യം എന്നർത്ഥം വരുന്ന ഒരു പദം പാഠഭാഗത്ത് 10-ൽ കൂടുതൽ പ്രാവശ്യം ഉണ്ട്. ഏതാണ് ആ പദം? ഇതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം താലന്ത് എന്നുള്ളതാണ്. മത്തായി 25 അധ്യായം അതിന്റെ 15, 16, 17, 20, 22, 24, 25, 28 വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ കുടിപ്പാൻ പാടില്ലാത്തത് എന്തെല്ലാം എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം വീഞ്ഞ്, മദ്യം. ലേവ്യ 10:9 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പഴയ നിയമ പാഠഭാഗത്ത് കാണുന്ന 2 മൃഗങ്ങളുടെ പേരുകൾ പുതിയ നിയമ പാഠഭാഗത്തുണ്ട്. മൃഗങ്ങൾ ഏതെല്ലാം എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ചെമ്മരിയാട്, കോലാട് എന്നുള്ളതാണ്. ലേവ്യ 7:23 പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ പുതിയ നിയമത്തിൽ കാണാൻ പറ്റുന്നത് മത്തായി 25:32 വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. സോ ഈ ആൻസറിന്റെ ഈ 2 റെഫറൻസും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് മോശ ആഗ്രഹത്തോടെ തേടിയത് എന്നുള്ളതായിരുന്നു. പാപയാഗമായ കോലാടിനെ കുറിച്ച് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ലേവ്യ 10:16 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 5 ഉത്തരങ്ങൾ. നമുക്ക് ഇനി ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം 11 മുതൽ 14 വരെയും മത്തായി 26 അധ്യായത്തിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ച് തയ്യാറായിക്കോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.